ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 22/6/2025 ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാണ്ടായിരുന്നു. 108 സൺ സല്യൂട്ടേഷൻ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫ്രഷായി നമുക്കിനി പുറത്തു പോകണം. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നാണ് എൻ്റെ പിറന്നാൾ ഗൈസ്. സോ എക്സൈറ്റഡ് ഒന്നുമില്ല. പിന്നെന്താ, പിന്നെ നമ്മൾ പോയിട്ട് നമുക്ക് കേക്ക് മേടിക്കാനുണ്ട്. കേക്ക് മേടിച്ച് വരണം. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യണമെന്ന്, ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അല്ലേ. ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസൊക്കെ മേടിക്കാം, എന്നിട്ട് സാധനങ്ങൾ മേടിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും മനയും കൂടിയാണ് പോകുന്നത്. എൻ്റെ ബ്രദറാണ്, അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലേറ്റായി വിചാരിച്ച് ഞാൻ ഓടി വന്നതാണ്, പക്ഷെ അവനാണ് എന്നെക്കാൾ ലേറ്റായി. സോ അവൻ എന്നെ വെയിറ്റ് ചെയ്ത് റെഡി ആവാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് കേക്ക് റെഡിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇന്നലെ രാത്രിയാണ് ഓർഡർ കൊടുത്തത്. ഒരു കുട്ടി കേക്ക്, ചെറിയ കേക്ക്. നമ്മൾ 11 മണിക്ക് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി. ഇന്ന് നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ ദിവസമായിരുന്നു. സോ ഞാനതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ലേറ്റായിപ്പോയി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഓടി വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ടില്ല. കേക്കിൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാനും മനുവും കൂടി ഇറങ്ങി നമ്മളിനി വളാഞ്ചേരിയുള്ള ഒരു മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് കുറച്ച് ഡെക്കോർ ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ട്. അത് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, പക്ഷേ അതിലൂടെ എൻട്രി ഇല്ല. എത്രപ്പോൾ വീണ്ടും നമ്മൾ താഴ്ത്തേക്ക് വന്നു. 5 ദിവസമാണ് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇറങ്ങാം. മോളിൽ ചെന്നപ്പോൾ എൻട്രി ഇല്ല ഗൈസ്. അവിടെ നമ്മൾ താഴ്ത്ത് വന്ന് സൂപ്പർ മാർക്കറ്റ് ഉള്ളിലൂടെ കയറി അടുത്ത ലിഫ്റ്റ് പിടിച്ചിരിക്കുന്നു. ഇനി അവിടെ പോയിട്ട് നമ്മളെ കിട്ടുന്ന സാധനം എന്തെങ്കിലാണ് ചെറിയ ഡെക്കോർ ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയില്ല ഗൈസ്, കേൾക്കാൻ നോക്കാം. അങ്ങനെ ഞാൻ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ക്യാൻഡിൽസ്, അതേപോലെ നമ്മളെ കുറച്ച് റിബണൊക്കെ വാങ്ങി ചെറിയ രീതിയിൽ ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഫാൻസി നോക്കാണ്ടായിരുന്നു. ഫാൻസി നല്ല കമ്മൽ ഗോൾഡിഷ് കളറൊക്കെ ഭയങ്കര വലുതായിരുന്നു, അത് നമുക്ക് വളയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറുതെന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു സിൽവർ കളർ മേടിച്ചു. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോയിട്ട് നമുക്ക് കേക്ക് വാങ്ങാനുണ്ട്. അതേപോലെ എനിക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഫ്ലവർ ഞാൻ തന്നെ എനിക്ക് കൊടുത്താലോ എന്ന്. നമുക്ക് പൂ മേടിക്കാൻ കാണുന്ന പോലെയല്ല ഗൈസ്, നല്ല വിലയുണ്ട് പൂവിന്. അപ്പം ഞാൻ ഒരു റോസാപ്പൂവിൽ ഒതുക്കി. അത് കഴിഞ്ഞ് നമുക്കിനി കേക്ക് വാങ്ങാൻ പോകാനുണ്ട്. അങ്ങനെ കേക്കും കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്തി. മനു എന്നെ കുടന്നാക്കി തന്നിട്ട് അവൻ പോവാണ്. അമ്മ സാലഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം എൻ്റെ ബർത്ത്ഡേക്ക് വീട്ടിൽ ബിരിയാണി ആയിരിക്കും. ബർത്ത്ഡേക്ക് കിട്ടും, പെരുന്നാളിന് മാത്രമാണ് നമ്മൾ സദ്യ ഉണ്ടാക്കുക. അപ്പോൾ നാളല്ല എൻ്റെ ഡേറ്റ് ആണെന്ന്. സോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡായതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. ഇന്ന് അച്ഛനും ഏട്ടനും വർക്കുള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. എന്നത്തേയും പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് റെഡി ആവാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കോസ്റ്റ്യൂം. അപ്പോഴേക്കും അമ്മ റെഡിയാക്കി തന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിങ്ങനത്തെ മോഡൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മ തയ്ച്ചെന്നതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ലൈറ്റിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോഴേക്കും ഏട്ടനും അച്ഛനൊക്കെ എത്തി. അപ്പോൾ കുട്ടേട്ടനുണ്ടായിരുന്നു. കുട്ടേട്ടൻ എനിക്കിങ്ങനെ ഡെക്കോർ ചെയ്യാനുള്ള സാധനമൊക്കെ ഞാൻ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ
ഉണ്ടാക്കി തന്നു. അപ്പോൾ ഏട്ടനും കുട്ടേട്ടനും കൂടി അതൊക്കെ ഇങ്ങനെ ഡെക്കോർ ചെയ്ത് തന്നിട്ട് അവരാണ് അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചെറിയൊരു സെറ്റപ്പൊക്കെ അവിടെ അപ്പിക്കും. അതിൻ്റെ ഫോട്ടോസും ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് തട്ടിക്കൂട്ടി. ഗൈസ് കറണ്ട് പോയി ഗൈസ്. നമ്മൾ കറണ്ട് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ലൈറ്റിൽ ഇരുന്നിട്ട് നമുക്ക് പോയി. കറണ്ട് വന്നിരിക്കുന്നു, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് പിന്നെയും പോകും. വേഗം കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അച്ഛാ വരൂ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Hey guys, എന്റെ birthday. ഫോട്ടോഗ്രാഫർ കുട്ടേട്ടനാണ്. കുട്ടേട്ടൻ ഹായ് പറയും. കേക്ക് എങ്ങനെയുണ്ട്? Oh my god, ഇതെന്തോന്ന് പണി ഡ്രസ്. ഇവന്റെ ഒരു ഹുഡി ഇവിടെ ഉണ്ടായിരുന്ന ഹുഡി എനിക്ക് ഇത് ഇവന് പാകല്ലാത്ത ഹുഡി. ഇത് ഞാൻ ചോദിച്ചു വെച്ചിരുന്നു. താങ്ക് യു ഐസു, താങ്ക് യു. കഷ്ണം ലക്കിക്ക്, നമുക്കൊരു ചെറിയ കഷ്ണം നമ്മളെ ലക്കിക്ക് കൊടുക്കാം. ലക്കി പെണ്ണേ. ഹലോ, അപ്പം നമ്മുടെ വീഡിയോ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു, പിന്നെ എങ്ങനെ വിചാരിച്ചു ചെയ്യാന്ന്. കാരണം എനിക്കിഷ്ടം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണതൊക്കെ, കേക്ക് കട്ട് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നത് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഗിൽറ്റി ആയിരിക്കും. സോ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഒക്കെ സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഒക്കെ നല്ല രസത്തിൽ കഴിഞ്ഞു. പിന്നെ ഒരുപാട് വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വിഷ്വൽസ്. ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരുപാട് പേര് വിഷ്വൽസ് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ. കുറേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട്. സോ അത് മതിയല്ലോ നമുക്ക്. അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്തൊരു വർഷത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്താ ഇക്കൊല്ലം അടിപൊളിയാകും. ഇത് എൻ്റെ കൊല്ലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമുക്ക് 1 ലാഖൊക്കെ ആവണ്ടേ. എനിക്കൊരു സിൽവർ ബട്ടണൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഗോൾഡൊക്കെ കിട്ടിക്കഴിഞ്ഞു. സോ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഞാൻ എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടം കാണാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് വിചാരിക്കുന്നത്